അനിയത്തിയും അമ്മയുണ്ട്, അവരൊക്കെ കെയർ ചെയ്തങ്ങാട്ട് മകനും ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമായ ലൈഫാണെന്നാണ് പറയുന്നത്. ഓക്കെ. And at midnight, Baldio goes out his hut and thick forest. The jungle is full of dangerous animal. ആ ജംഗിൾ എപ്പോഴും ഡേഞ്ചറസ് ആനിമലാണ്. ബട്ട് ബാൽഡിയോ ഹാസ് ജോബ് ടു ഡു ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിന് പറയും, എനിക്ക് എൻ്റെ ജോലിയാണ് ബ്രദർ, നീ എന്ത് ജന്തുക്കൾ വന്നാലും എനിക്ക് അത്ര പേടിയൊന്നുമില്ല. അദ്ദേഹം പോകുന്നു. ഗ്യാതറിങ് ഈ ഷോൾ ക്ലോസർ എബൌട്ട്. ഷോൾ എടുത്തിട്ട് മൊത്തം അയാൾ പുതയ്ക്കുന്നു. ആൻഡ് സ്റ്റംബിൾ ഓൺ സം ടൈം എലോങ് ദ റെയിൽ, സം ടൈം എലോങ് ദ ബാലജി ലോങ് ടു വാം ആൻഡ് കോർണർ ഓഫ് ദ ഹട്ട്. അദ്ദേഹം കുടിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോയി. ആൻഡ് പിന്നെ പ്ലേസ് വാസ് ഇൻക്രീസ് ബൈ നൈബറിംഗ് ഹിൽസ് ആൻഡ് ദ മെയിൻ ലൈൻ threateningly and entering cutting on a sheer rock walls towering high above the rails. Baldio could not help thinking about the wild animal he might encounter. He had heard many tales of the famous Tunnel tiger, a man-eater. മനുഷ്യമൃഗമാണ് അല്ലേ? ചില മൃഗങ്ങൾ എന്ത് ചെയ്യും, മനുഷ്യരെ തിന്നുന്നവരെ ഒരു മൃഗത്തിൻ്റെ മുന്നിൽ പെട്ടുപോയി ഇദ്ദേഹം. വിച്ച് എ സർപ്രൈസ് ദ ഫ്രീക്വന്റ് സ്പോട്ട് ഹാർഡ്ലി ബിലീവ്ഡ് ദീസ് സ്റ്റോറീസ് ഫോർ സിൻസ് ഹിസ് അറൈവൽ ഇൻ ഹിസ് പ്ലേസ് മന്ത് അഗോ ഹി ഹാഡ് നോട്ട് സീൻ ഈവൻ ഹിയർഡ് എ ടൈഗർ. അതായത് കുറേ മനുഷ്യരെ തിന്നുന്ന കഥകൾ ഇദ്ദേഹം കേട്ടിട്ടുണ്ട് മൃഗത്തിൻ്റെ. There had of course been panthers only a few days ago. Villagers had killed one in their spear of axes. Baldio had occasionally heard the sawing of a partner calling the mate. I had not come to the tunnel of shed. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ ഒരു മൃഗം മനുഷ്യനെ തിന്നുന്ന ഈ കടുവ എല്ലാവരും തിന്നിട്ടുണ്ട്. അങ്ങനെ he prided himself to skill in the wilding against the wild animal. He had killed a young boar with the ones and family had feeded on the 3 days. The pure steel of body ringing like a bell. The cutting curved sharply in the darkness. Black adder tunnel looked of the signal light was out. Baldio set the work of the fuel of the lamp down. And അപ്പോൾ അദ്ദേഹം ചെയിന് വലിച്ചിട്ട് ഇതില്ലേ പ്രകാശം കാണിപ്പിച്ച് അപകട സിഗ്നൽ നൽകുന്ന ഒരാളാണ്. അപ്പോൾ അപകടം വന്നപ്പോൾ അത് സിഗ്നൽ കൊടുത്തു. വൺ മോർ ദ മാച്ച് സഡൻലി ഹി സ്റ്റുഡ് സ്റ്റിൽ ദ ലിസൺ the frightened cry of the barking of deer followed by crashing sound of the underground made Baldio hurry. There was still little oil of the lamp and the instant hesitation lit the lamp again the hoisted the position. Having done this, he walked quickly down the tunnel and singing his own lamp and shadow leap up down and stood straight walls. Okay. And having made sure that the lines of clear, he returned the entrance and sat down to wait for the mail train. അദ്ദേഹം എന്ത് ചെയ്തു, നെക്സ്റ്റ് ട്രെയിൻ വരാൻ കാത്തിരുന്നു. ട്രെയിൻ വാസ് ലേറ്റ്. സിറ്റിംഗ് ആൻഡ് ഓൾമോസ്റ്റ് ഡോസിങ് സോൺ ഫോർഗോട്ട് ദ സറൗണ്ടിങ്സ് ആൻഡ് ബിഗാൻ ടു നോട്ട് ബാക്ക് ഇൻ ദ ഹണ്ട് ആൻഡ് ട്രംബ്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് ഓഫ് ദ അപ്രോച്ച് ഓഫ് ദ ട്രെയിൻ ആൻഡ് ഹി ഡിസ്റ്റൻറ്റ് ട്രംബിൾ അബൌട്ട് ദ ബോയ് ഹു സാറ്റ് അപ്പ് ട്രംബിംഗ് സ്ലീപ്പ് ഫ്രം ഹിസ് സൈസ് ഫാദർ and he mumbled and then realizing his father had been gone some time. He lay down again, but he was wide awake now, waiting for his train pass, waiting for his father's returning footstep. അപ്പോൾ അവസാനം അച്ഛൻ മരിക്കുകയാണ്. അച്ഛൻ്റെ ആ ഒരു എന്താ സത്യസന്ധനായി ജോലി ചെയ്തുകൊണ്ടാണ് അച്ഛൻ്റെ മരണം ലാസ്റ്റ് ഉറപ്പ് വരുന്നത്. ആ കുട്ടി അതിൽ സാക്ഷിയായിട്ട് അച്ഛൻ്റെ ഡെഡ് ബോഡിക്കാരി ഇരിക്കുന്നതാണ് അവസാനത്തെ രംഗം. അപ്പോൾ നമ്മളെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പാഠം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കഥ എന്താ, റോഡ് നോട്ട് ടേക്കൺ മീൻസ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കവി തൻ്റെ ജീവിതത്തിൽ നിർണായക ഘട്ടത്തിലെടുത്തൊരു തീരുമാനം, അതായത് യെസ് ഓർ നോ, ഏത് വഴി സ്വീകരിക്കണം, നല്ലതെടുക്കണോ ചീത്തെടുക്കണോ, അത് നല്ല തീരുമാനം. ആ കവിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കവിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വിജയങ്ങളാണ് നേടിത്തന്നത് എന്നൊക്കെ പറയുന്ന ഒരു കവിത പോയമാണ് എന്ത്, ദ റോഡ് നോട്ട് ടേക്കൺ. മിസ് ഒന്ന് വായിക്കാം. ഇത് എഴുതിയത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഹീസ് എ ഫേമസ് പോയറ്റ്, റോബർട്ട് ഫ്രോസ്റ്റ്. 2 roads diverged in a yellow wood. Sorry I could not travel both, and be traveler long I stood, and I looked down one far I could. To where it bent in the undergrowth, then took the other, and just the fair, and having perhaps the better claim, because it was grassy and wandered dear. Though as far that the passing there had warned them really about the same. ഓക്കെ, അതാണ് ഫസ്റ്റിലെ ഒരു 6th ലൈനാണ് മിസ് വായിച്ചത്.
ഇതിലെന്താ പറയുന്നത്, അദ്ദേഹം ദ ടു റോസ് ഡൈവേഴ്സ് ഇൻ എ യെല്ലോ വുഡ്, ഒരു യെല്ലോ കളറിൽ രണ്ട് ഡൈവേഴ്സ് ചെയ്യാന്നല്ലേ, രണ്ടെണ്ണം രണ്ട് പാർട്ടിലേക്ക് പോകുന്ന രണ്ട് വഴികളാണ് കാണിക്കുന്നത്. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, എനിക്ക് രണ്ടിലും കൂടി യാത്ര ചെയ്യാൻ കഴിയില്ല, അത് ഞാൻ തന്നെ നിസ്സഹായനാണ്. സോറി മീൻസ് എനിക്ക് പറ്റുന്നില്ല, കാരണം സോറി മീൻസ് നമ്മൾ സോറി പറയൽ എപ്പോഴാണ്, ഐ എം വെരി സോറി എന്ന് പറയുന്നത് നമുക്ക് കഴിയുന്നില്ല എന്ന് കാണുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കവിക്ക് എന്ത് കഴിയുന്നില്ല, ടു ഡൈവേഴ്സ് ചെയ്ത് ഡൈവേഴ്സ് ആയി പോകുന്ന രണ്ട് റോഡിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല ഒരാൾക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആൻഡ് ബി വൺ ട്രാവലർ, ഞാൻ ഒരു യാത്രക്കാരനല്ലേ ഉള്ളൂ. ലോങ് ഐ സ്റ്റുഡ് ആൻഡ്, പക്ഷെ ഞാൻ കുറേ നേരം നിൽക്കുന്നു, ഏത് തിരഞ്ഞെടുക്കണം. ആൻഡ് ഐ കുഡ് ലുക്ക് ഡൗൺ ആൻഡ് ഐ കുഡ് ബെൻഡ് ഇൻ ദ അണ്ടർ ഗ്രോത്ത്, ദെൻ ടുക്ക് ദ അതർ ആൻഡ് ജസ്റ്റ് ദ ഫെയർ, ഏതെടുക്കണം. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം ബിക്കോസ് ഇറ്റ് വാസ് ഗ്രേസി ആൻഡ് വാണ്ടഡ് ബിയർ, ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദർ had warned them really about the same, and both of morning equally lay, it leaves no stop and trodden back. Who kept the first or another day, and yet knowing how it leads to way, and doubted it should never to come back, and shall be telling this with the sigh, somewhere ages and ages hence, two roads diverged in a wood, and I took the ones less travelled by, and that has made all the difference. Robert Frost. ഓക്കെ, അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് മൈ സൈ. അപ്പോൾ അദ്ദേഹം ഒരു സൈ എന്ന് പറഞ്ഞാൽ എന്താ, ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം ലാസ്റ്റ് ഒരു നെടുവീർപ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ, നെടുവീർപ്പോടെ അദ്ദേഹം ലാസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എന്താ, സംവർ ഏജസ് ആൻഡ് ഏജസ് ഹാൻഡ്സ് ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ്, അത് കാട്ടിലൂടെ, അതായത് വുഡ് മീൻസ് മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, അതിൽ രണ്ട് ഡൈവേർജ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ് നമ്മുടെ ആർക്ക്, പിന്നെ നമ്മുടെ ഇതിന്. അപ്പോൾ വാട്ട് ഈസ് ദ മെസ്സേജ് ഇൻ ദ പോയം, ഹു ഈസ് ദ ട്രാവലർ, അപ്പോൾ നമ്മുടെ പോയറ്റാണ് നമ്മുടെ ട്രാവലർ. വൈ ഡസ് ദ ഫീൽ സോറി, അതിന് അതേ ഹി ഡിഡ് നോട്ട് നോ അല്ലേ, ഹി ഡിഡ് നോട്ട് നോ വിച്ച് വേ ഹി സെലക്റ്റഡ്, ഏത് വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല, അതുകൊണ്ടാണ് ഹി ഫീൽ സോ സോറി, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയത്, സോറി തോന്നിയത്, എന്ത് ഞാൻ തിരഞ്ഞെടുക്കും. ഹു ഈസ് ദ ട്രാവലർ, ആരാണ് ട്രാവലർ, അവർ പോയറ്റാണ് അല്ലേ, റോബർട്ട് ഫ്രോസ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഇൻ ദിസ് പോയം. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം, അതായത് രണ്ട് നിർണായക ഘട്ടം വരുമ്പോൾ, രണ്ട് നിർണായക ഘട്ടമല്ല, ഏതെങ്കിലും ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നമ്മളൊരു തീരുമാനം ഡിസിഷൻ എടുക്കണ്ടേ. ആ ഡിസിഷൻ അത്രക്കും എന്താവണം എന്നാണ് പറയുന്നത്, ആ ഡിസിഷൻ അത്രക്കും പിന്നെ പക്ക പെർഫെക്റ്റ് ആവണം, നമ്മുടെ ജീവിതത്തിൽ അത് സക്സസ് ആയിരിക്കണം, സക്സസ്സോടുകൂടി ആവുന്ന തീരുമാനം എടുക്കാൻ പറ്റൂ. പിന്നെ അല്ലേ, നമുക്കത് അങ്ങനെ സക്സസ് ആയി എടുക്കുന്ന തീരുമാനമാണ് എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ഒരു കഥയുടെ കണ്ടന്റ്. ഓക്കെ, ഒരു മെസ്സേജ് എന്താണ്, അത് തന്നെയാണ് നമ്മൾ ഗുഡായി ഡിസിഷൻ എടുക്കാൻ പാടും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു.